ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോവാൻ റെഡിയായി വിനീതിന്റെ തയ്യൽ കടയിലേക്ക് എത്തുകയാണ് ഗംഗയും കാവേരിയും. അവർ വണ്ടിയിൽ നിന്നിറങ്ങി മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ട് ഗംഗ അയാളോടായി ഹലോ ഒന്ന് എഴുന്നേറ്റ് മാറണം, ഇത് പൊതുവഴിയല്ല എന്ന് പറയേ അയാൾ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ഗംഗയും കാവേരിയും മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഗംഗ പറയുന്നുണ്ട് എവിടുന്ന് വരുന്നു എന്തോ. അത് ചേച്ചി പാവപ്പെട്ടവനാണെന്ന് തോന്നുന്നു എന്ന് കാവേരിയും പറയുക. പാവപ്പെട്ടവനോ? ഇതുപോലുള്ളവന്മാരാ ഒന്നും അറിയാത്ത പോലെ കറങ്ങി നടന്നിട്ട് തല ഇറത്തോണ്ട് പോകുന്നത് എന്ന് ഗംഗയും പറയുന്നുണ്ട്. എന്താ ചേച്ചി വിട്ടേക്ക്, ഗംഗ ടൈലേഴ്സിലെ നിധിയൊന്നും കുഴിച്ചിട്ടില്ലല്ലോ, കുറച്ച് തുണിയല്ലേ ഉള്ളൂ, അതിപ്പോ ഭിക്ഷക്കാർക്ക് പോലും വേണ്ട, നടക്കെന്ന് പറഞ്ഞ് കാവേരി അവളെയും കൊണ്ട് മുകളിലേക്ക് പോവുകയാ. അയാളപ്പോഴും ഒരു ചിരിയോടെ കാവേരിയുടെ സ്കൂട്ടിയും ശ്രദ്ധിച്ചു നിൽപ്പാ. വിനീതും താൻ തയ്ച്ചു കഴിഞ്ഞത് പൊതിഞ്ഞുകൊണ്ട് സെലിമിക്കയോടായി പറയുന്നുണ്ട്. സെലിമിക്ക, ആ പ്രദീപ് വരുമ്പോ ഇതൊന്ന് കൊടുത്തേക്കണേ. അപ്പൊ കാശോ എന്ന് സെലിമിക്ക ചോദിക്കെ അത് പറഞ്ഞിട്ടുണ്ട്, വാങ്ങിച്ചു വെച്ചാ മതിയെന്ന് വിനീത് പറയുമ്പോഴേക്കും ഗംഗയും കാവേരിയും അങ്ങോട്ടെത്തുക. തീർന്നില്ലേ വിനീതേട്ടാ എന്ന് ഗംഗ ചോദിക്കെ. കഴിഞ്ഞു, ഞാൻ നിങ്ങളെ വിളിക്കാനിരിക്കുകയായിരുന്നു എന്ന് വിനീതും പറയുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ എന്ന് കാവേരിയും ചോദിക്കും. ഇറങ്ങാം, ചായയോ മറ്റോ കുടിക്കണോ എന്ന് വിനീത് ചോദിക്കെ. വേണ്ട വിനീതേട്ടാ, 10 മണിയാ ചാരുലത മേഡം പറഞ്ഞിരിക്കുന്ന സമയം, നമ്മളായിട്ട് ലേറ്റ് ആക്കണ്ടെന്ന് കാവേരി പറയുന്നുണ്ട്. അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ എന്ന് വിനീത് ചോദിക്കെ. അച്ഛന്റെ മൊബൈലും ഡയറിയും ഒക്കെ അല്ലേ, അതൊക്കെ ഞാൻ സ്കൂട്ടിയില് ഭദ്രമായി വെച്ചിട്ടുണ്ട്, ഇതോടെ ജയപാലന്റെ ആ പിളകും എന്നവൾ പറയെ. ഇക്ക കട നോക്കിക്കോണേ എന്ന് സെലിമിക്കയോടായി പറയുന്നുണ്ട് വിനീത്. പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഗംഗയും വിനീതും കാവേരിയും അവിടെ നിറങ്ങുകയാണ്. ഇറങ്ങുന്നതിനിടയിൽ ഗംഗ വിനീതിനോടായി പറയുന്നുണ്ട് ഇടയ്ക്ക് പടിയിലൊക്കെ ഒരു ശ്രദ്ധ വേണം കേട്ടോ എന്ന്. അതെന്താ എന്ന് വിനീത് ചോദിക്കെ. ഇവിടെ ചായക്കടയാക്കാനൊന്നും സമ്മതിക്കരുത്, പെണ്ണുങ്ങൾക്കൊക്കെ കടയിലേക്ക് വന്നു പോവാനുള്ളതല്ലേ എന്ന് ഗംഗ പറയുകയാ. ചായക്കടയാക്കാനോ എന്ന് വിനീത് സംശയത്തോടെ ചോദിക്കെ. എന്റെ പൊന്നു വിനീതേട്ടാ, ഞങ്ങൾ വന്നപ്പോ ഇവിടെ ഏതോ ഹതഭാഗിനിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗംഗേച്ചി ഇതൊക്കെ പറയുന്നതെന്ന് കാവേരി പറയുകയാ. അത് കേൾക്കെ സംശയത്തോടെ അതാരാ എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുകയാ വിനീതും. ഇതിനു മുമ്പ് ഇവിടെങ്ങും കണ്ടിട്ടില്ല എന്ന് ഗംഗ പറയേ. നമുക്ക് പോയേക്കാം, 10 മണിക്ക് എത്താന്നല്ലേ പറഞ്ഞത്, വാ പോകാമെന്ന് പറഞ്ഞ് കാവേരി വിളിക്കുകയാ. അവർ 3 പേരും അവിടുന്ന് പോകുമ്പോഴേക്കും മറഞ്ഞു നിൽക്കായിരുന്ന അയാളും അവരെ ശ്രദ്ധിച്ചു നിൽപ്പാ. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തിയ ജയപാലിനെയാണ് കാണിക്കുന്നത്. പുഷ്പവാടിയിലെ സ്റ്റേഷനിലെ പുതുതായി പോലീസ് ഓഫീസർമാർ ചാർജ് എടുത്താലേ താഴ്വാരങ്ങളിൽ വന്ന് ഒരു വിരുന്ന് സ്വീകരിക്കുന്ന പതിവുണ്ടേ. അല്ല, മാഡം ഇവിടെ വന്നതും ചാർജ് എടുത്തതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നാലും മാഡം വിളിപ്പിച്ചത് നന്നായി, നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കാലോ. മാഡം വിശദമായി പരിചയപ്പെടുന്നത് പിന്നീടാവും എന്ന് ചാരുലതയോടായി പറഞ്ഞ് തന്റെ അരികിലിരിക്കുന്ന രാഗിണിയെ ചൂണ്ടിക്കാണ്ടി. ഇപ്പോ ഇവരുടെ കല്യാണത്തിന്റെ ഓട്ടത്തിലാ. മാഡം കല്യാണത്തിന് വരണം, അതിനുശേഷം മാഡത്തിന് ഒരു പ്രത്യേക ട്രീറ്റ് തരുന്നുണ്ട് എന്ന് ജയപാലനും പറഞ്ഞു നിർത്തുകയാ. ചാരുലതയും പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ വിശദമായി തന്നെ പരിചയപ്പെടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ജയപാലൻ സാർ. അല്ല, ഞാൻ സാറിനോട് മാത്രമേ വരാൻ പറഞ്ഞിരുന്നുള്ളൂ എന്ന് ചാരുലത പറയാ. മാഡം ഇവളുടെ കല്യാണത്തിന്റെ ഓട്ടത്തിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവൾക്കും ഈ സ്റ്റേഷൻ അന്യമൊന്നുമല്ല. ഓരോ സഹായത്തിനും സംഭാവനയ്ക്കുമായിട്ട് താഴ്വാരങ്ങളിൽ കയറി ഇറങ്ങുന്നവരാ ഇവിടുത്തെ മിക്കവാറും പോലീസുകാരും. അവരെല്ലാം കല്യാണത്തിന് ക്ഷണിക്കുകയും വേണമല്ലോ എന്ന് പറഞ്ഞ് രാഗിണിയോടായിടി മക്കളെ ഒരു കാർഡ് അങ്ങ് കൊടുക്ക് എന്ന് പറയുന്നുണ്ട്. രാഗിണി സന്തോഷത്തോടെ ഒരു കാർഡ് എടുത്ത് മാഡത്തിന് കൊടുക്കുകയാ. മാഡം അതൊന്ന് വായിച്ചു നോക്കി കാർഡ് താഴെ വെക്കുമ്പോഴേക്കും എന്താ മാഡം, മാഡം എന്റെ മോൾക്ക് കൺഗ്രസ് ഒന്നും പറഞ്ഞില്ല എന്ന് ജയപാലൻ പറയുന്നു. സാധാരണ ഈ കസേരയിലിരിക്കുമ്പോ എനിക്ക് കിട്ടാറുള്ളത് മുഴുവനും കംപ്ലൈന്റ്സ് ആണ് ജയപാലൻ സാറേ, അതില് കൺഗ്രസ് പറഞ്ഞ് ശീലമില്ല എന്ന് ചാരുലത പറയുന്നവർക്ക് ഒരു ചിരിയോടെ മാഡം എന്തായാലും കുടുംബസമേതം കല്യാണത്തിന് വരണം എന്ന് ജയപാലൻ പറയുമ്പോഴേക്കും കാവേരിയും കൂട്ടരും അങ്ങോട്ടെത്തുകയും അവരെ കണ്ട് സ്നേഹത്തോടെ വാ എന്ന് വിളിക്കുകയാ ചാരുലത. അവർ 3 പേരും അങ്ങോട്ട് വരുമ്പോഴേക്കും ഇവർ 3 പേരും എന്താ ഇവിടെ എന്ന് ജയപാലൻ പതിയെ ചോദിക്കുന്നുണ്ട് ചാരുലതയും. അത് കേൾക്കെ ചാരുലതയും ജയപാലൻ സാറേ, ഇത് സാറിന്റെ മകളുടെ കല്യാണ ക്ഷണത്തിനുള്ള വേദിയോ താഴ്വാരങ്ങളിലെ വിരുന്നു സൽക്കാരത്തിന്റെ ചർച്ചയോ അല്ല, ഇത് സ്ട്രിക്റ്റ്ലി ഒഫീഷ്യൽ. സാറിനെതിരെ കാവേരി ഒരു പരാതി തന്നിട്ടുണ്ട് എന്ന് പറയുന്നതുകൾക്ക് ഒരു ചിരിയോടെ ഓ അത് എന്ന് ജയപാലനും. രാഗിണിയും പറയുന്നുണ്ട് ഇത് വെറും ജലസിയാണ് മാഡം, പച്ച മലയാളത്തിൽ പറഞ്ഞ കുശുമ്പ്. ചാരുലത അത് മൈൻഡ് ചെയ്യാതെ കാവേരിയോട് ഇരിക്കാനായി പറയുക. കാവേരി ജയപാലിന്റെ അരികിലേക്ക് ഇരിക്കുമ്പോഴേക്കും കേസ് ഏതാണെന്ന് സാറിന് മനസ്സിലായി കാണുമല്ലോ എന്ന് ചാരുലതയും ചോദിക്കുന്നുണ്ട്. ആ തോട്ടത്തിന്റെ കേസായിരിക്കുമല്ലേ എന്ന് ജയപാലിനും ഒരു ചിരിയോടെ ചോദിക്കുക. അതെ അത് തന്നെ എന്ന് ചാരുലതയും. മാഡത്തിന്റെ കാര്യമോർത്തെ എനിക്ക് സഹതാപമുണ്ട്. ഈ പുഷ്പവാടിയുടെ റോഡിലൂടെ മുമ്പൊരു ഭ്രാന്തി തള്ള വടിയും പിടിച്ചലയുമായിരുന്നേ. ഈ കാറോ ജീപ്പോ കണ്ട അവര് കല്ലെടുത്ത് എറിയുമായിരുന്നു. നല്ല വേഷം ധരിച്ച് ആരെങ്കിലും പോകുന്നത് കണ്ട വഴിയിൽ കണ്ടവർ അടിക്കാൻ തുടങ്ങും. ഈ പുഷ്പവാടി മുഴുവൻ അവരുടെയാന്നും ബ്രിട്ടീഷുകാരെ അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതെന്നുമൊക്കെയാ അവര് പറഞ്ഞോണ്ടിരുന്നത്. ഇനിയിപ്പോ നാട്ടുകാർ കൈവച്ചതാണോ അതോ കാല് തന്നെ വീണതാണോന്നൊന്നും അറിഞ്ഞൂടെ എനിക്ക്. പുഷ്പവാടിയിലെ മഹാറാണി ഒരു ദിവസം മാർക്കറ്റിലെ ഓടയിലെ ചത്തു മലച്ചു കിടക്കുന്നു.
അതുപോലുള്ള പരാതിയൊക്കെയാണോ മാഡം എടുത്തു വെച്ചേക്കുന്നേ? ഇവിടെ പരാതി തന്നവർക്ക് മാത്രമല്ല മാഡത്തിനും കൂടി ഭ്രാന്താണെന്ന് പറയും ആൾക്കാര് എന്ന് ജയപാലൻ പരിഹാസത്തോടെ പറയുന്നുണ്ട്. അത് കേട്ട് ചാരുലതയും പുഷ്പവാടിയുടെ ചരിത്രമൊന്നും എനിക്കറിയില്ല ജയപാലൻ സാറേ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. തൽക്കാലം ഈ കേസ് ഒന്ന് എടുത്തു നോക്കാം, ആർക്കാ ഭ്രാന്തെന്നൊന്നും അറിയാലോ എന്ന് ചാരുലതയും പറയുകയാ. ആയിക്കോട്ടെ മാഡം. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ ഇവരുടെ അച്ഛന്റെ പണം തട്ടിയെടുത്ത് തോട്ടം വാങ്ങിച്ചെന്നല്ലേ പറയുന്നത്? തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ പറ എന്ന് ജയപാലൻ വെല്ലുവിളിക്കും. അത് കേട്ട് കാവേരിയും തെളിവുണ്ട് മാഡം എന്ന് പറയുന്നതുകൾക്ക് എന്നിട്ട് എന്തിയേ എവിടാ എന്ന് ജയപാലൻ ചോദിക്കും. തെളിവ് തരാൻ ആള് വരും എന്ന് ഗംഗ പറയുമ്പോഴേക്കും എക്സ്ക്യൂസ് മീ എന്ന് വിളിച്ച് നിവിൻ അങ്ങോട്ട് വരികയാണ്. അവനെ കണ്ട് സന്തോഷത്തോടെ കേറി വാടാ മക്കളെ എന്ന് ജയപാലനും വിളിക്കുക. നിവിൻ അങ്ങോട്ട് വരുമ്പോഴേക്കും എന്റെ മരുമോനാ, ഈ കാർഡിലുള്ളതേ അവന്റെ പേരാ. നിവിൻ ദേ ഇവളെ താലി കെട്ടാൻ പോകുന്നതേ ഇവനാ എന്നൊക്കെ ജയപാലൻ നിവിനെ ചാരുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇതിപ്പോ ജയപാലൻ സാറിന്റെ കുടുംബയോഗമല്ലെന്ന് ഞാൻ പറഞ്ഞു എന്ന് ചാരുലത പറയേ. ഇതിപ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മാഡം? ഒരു വടംവലിക്കുള്ള ആളുണ്ടല്ലോ അപ്പുറത്ത്, അപ്പം നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ വേണ്ടായോ? അതിപ്പോ ഇവനെ പേടിച്ചിട്ടൊന്നുമല്ല, ഇവനും കൂടി ഈ മീറ്റിംഗിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാ. പിന്നെ ഇവളെ കല്യാണം കഴിക്കുമ്പോഴേ ഇവന് ഞാൻ സമ്മാനം കൊടുക്കാൻ പോകുന്നത് ഈ പറഞ്ഞ തോട്ടമാ. അതാരുടെയും പണം പറ്റിച്ചു വാങ്ങിയെടുത്തതാണെന്ന് നാളെ ഇവൻ പറഞ്ഞു കേൾക്കാൻ ഇടവരരുത്. എനിക്കത്രയുള്ളൂ മാഡം, എന്റെ ഭാഗത്ത് എല്ലാം ക്ലീനാക്കി വെക്കുന്നതാ എനിക്കിഷ്ടം. ഈ മടിയിൽ കലമില്ലാത്തവനെ പഴിയെ പേടിക്കുന്ന എന്തിനാ എന്ന് ജയപാലൻ പറയുന്നുണ്ട്. അപ്പോ വിഷയം ഇതാണെന്ന് ജയപാലൻ സാറിന് നേരത്തെ അറിയാം എന്ന് ചാരുലതയും ചോദിക്കുക. പറഞ്ഞില്ലേ മാഡം, ഈ പോലീസ് സ്റ്റേഷൻ എനിക്ക് കുടുംബം പോലെയാ. ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങള് കാരണവരറിയണ്ടേ? അത് കൊള്ളാം എന്ന് പറഞ്ഞ് നിവിനോടായിട പുറകെ കയറി ഒളിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് നീങ്ങി നില്ലടാ എന്ന് പറയുന്നുണ്ട്. നിവിൻ കാവേരിയുടെ അരികിലേക്ക് വന്ന് നിൽക്കുക. കാവേരിയും ടെൻഷനോടെ മനസ്സിൽ ഓർക്കുക. എന്നാലും നിവിനും മനസ്സിൽ പറയുക, സോറി കാവേരി, ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഞാൻ ഇതേ ഒരു വഴി കണ്ടുള്ളൂ. കാവേരിക്ക് തോട്ടം തിരിച്ചു കിട്ടാൻ വേണ്ടിയാ ഇതെല്ലാം എന്ന് രാഗിണിയും ചോദിക്കുക. അല്ല തെളിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ മാഡം എന്ന്. അത് കേട്ട് ചാരുലത കാവേരി എന്ന് വിളിക്കെ അവര് വരും മാഡം എന്ന് കാവേരി ഉറപ്പിച്ച് പറയുന്നത് കേൾക്കെ ഒരു ചിരിയോടെ ഇരിപ്പാ ജയപാലനും. വരുമല്ലോ അല്ലേ കാവേരി എന്ന് ടെൻഷനോടെ വിനീതും ചോദിക്കുക. അത് കേൾക്കെ കാവേരിയും വരുമെന്ന് ശിവരാമേട്ടൻ ഉറപ്പ് പറഞ്ഞതാ, അതുപോലെ തന്നെ ബാങ്ക് മാനേജർ ജേക്കബ് സാറും എന്ന് കാവേരി പറയുന്നത് കേൾക്കെ പരസ്പരം നോക്കി ചിരിക്കുക ജയപാലനും രാഗിണിയും. സമയം പറഞ്ഞില്ല അവരോട് എന്ന് ഗംഗച്ചി ചോദിക്കെ. 10 മണിയെന്ന് ഇന്ന് രാവിലെ കൂടി ഉറപ്പിച്ച് വിളിച്ചു പറഞ്ഞതാ എന്ന് കാവേരിയും പറയുകയാ. ജയപാലനും മാഡം 10 മണിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഷാർപ്പ് ടൈമിനെത്തി. 1/2 മണിക്കൂറിനകം മീറ്റിംഗ് തീർത്തു തരാമെന്ന് പറഞ്ഞ മാഡം വിളിപ്പിച്ചതേ. ഇപ്പൊ സമയം 11 മണിയായി. മിനിസ്റ്ററും മറ്റുമൊക്കെ ടിവിയിലുണ്ടേ. എനിക്ക് അവരെ നേരിട്ട് ചെന്ന് കല്യാണം വിളിക്കാനുള്ളതാ എന്ന് ജയപാലൻ പറയാൻ രാഗിണിയും പറയുന്നുണ്ട്. ഉള്ള തെളിവല്ലേ അച്ഛാ കാണിക്കാൻ പറ്റും. ഇവരിവിടെ ഇരുന്ന് വേറെ ഇറങ്ങട്ടെ, നമുക്ക് ടിവിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൾ എഴുന്നേൽക്കുകയും. അതുകൊണ്ട് കാവേരിയും നിക്ക് രാഗിണി, ഞാൻ ഇവിടെ മൊഴി കൊടുക്കാൻ വിളിച്ചവരെ എന്നെ ചതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അവര് വരിക തന്നെ ചെയ്യും. അതില്ലെങ്കിലും എനിക്ക് ചില തെളിവുകൾ കൂടി ഹാജരാക്കാനുണ്ട് എന്നവൾ പറയുക. ജയപാലൻ രാഗിണിയോട് കണ്ണുകൊണ്ടിരിക്കാനായി ആംഗ്യം കാണിക്കുകയാണ്. രാഗിണി വീണ്ടും ചെയറിലേക്ക് ഇരിക്കുമ്പോഴേക്കും കാവേരി വീണ്ടും പറയുകയാ. അച്ഛൻ ഗൾഫിലായിരുന്നപ്പോ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അച്ഛൻ തോട്ടത്തിന്റെ പണം മുഴുവൻ കൊടുത്തു തീർത്തതായി ഇയാളോട് പറയുന്നതിന്റെയും ഇയാൾ അത് സമ്മതിക്കുന്നതിന്റെയും കോൾ റെക്കോർഡ് ഉണ്ട് മാഡം. അച്ഛൻ എപ്പോഴൊക്കെ പണം കൊടുത്തിട്ടുണ്ടെന്ന് എഴുതിയിട്ടിരിക്കുന്ന ഡയറി ഞാൻ അത് എടുത്തുകൊണ്ട് വരാം മാഡം എന്ന് പറഞ്ഞ് കാവേരി ഗംഗയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും. സ്റ്റേഷന് പുറത്തിറങ്ങിയ ഗംഗയും കാവേരിയോടായി ചോദിക്കുന്നുണ്ട്. ജയപാലനൊന്ന് പേടിച്ചു അല്ലേടി? പിന്നെ പേടിക്കണ്ടേ, നമ്മുടെ അച്ഛൻ സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിച്ച തോട്ടമാ ചേച്ചി അയാൾ മകൾക്ക് സ്ത്രീധനമായിട്ട് കൊടുക്കാൻ പോകുന്നത് എന്ന് കാവേരി പറയുകയാ. ഇനിയിപ്പോ തെളിവ് കിട്ടിയ അയാൾക്ക് തോട്ടം മടക്കി തരുവേണ്ടി വരുമല്ലേ എന്ന് ഗംഗയും ചോദിക്കുക. അതെ, തട്ടിപ്പ് കേസല്ലേ, തോട്ടം മടക്കി തരിക മാത്രമല്ല ജയിലിൽ കിടക്കേണ്ടി വരും അയാൾക്ക് എന്ന് പറഞ്ഞ് കാവേരി തന്റെ സ്കൂട്ടിയിൽ നിന്നും ഹാൻഡ് ബാഗ് എടുത്ത് മൊബൈലും ഡയറിയും നോക്കുമ്പോഴേക്കും അതതിൽ കാണുന്നില്ല. അവൾ വീണ്ടും സ്കൂട്ടിയിലാകെ തിരികെ എന്തു പറ്റിയെന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. ആ മൊബൈലും ഡയറിയും കാണുന്നില്ല ചേച്ചി എന്ന് കാവേരി ടെൻഷനോടെ പറയുകയാണ്. നീ എന്താ ഈ പറയുന്നത് എന്ന് ടെൻഷനോടെ ഗംഗയും ചോദിക്കുന്നുണ്ട്. സത്യമാ ചേച്ചി, ഈ ബാഗിനുള്ളല്ല ഞാൻ വെച്ചിരുന്നത് എന്ന് പറഞ്ഞവൾ ആ ബാഗ് കാണിക്കുമ്പോഴേക്കും നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗംഗ അതിനകത്തെല്ലാം തിരയുകയാണ്. ഇതിനകത്തില്ലല്ലോ, നീ അതെടുത്ത് വെച്ചായിരുന്നു മോളെ എന്ന് ഗംഗ ചോദിക്കെ. എടുത്തു വെച്ചിരുന്നു ചേച്ചി, ഞാനത് ബാഗിലാക്കി വെച്ചതാ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുകയും ചെയ്തു എന്ന് കാവേരി ടെൻഷനോടെ പറയേ. പിന്നെ ഇത് എവിടെ പോയി എന്ന് ഗംഗയും ചോദിക്കും. അറിയില്ല ചേച്ചി എന്ന് പറഞ്ഞ് കാവേരിയും ഗംഗയും ടെൻഷനോടെ നിൽപ്പ. അവിടെ ജയപാലൻ ചാരുലതയോടായി പറയുന്നുണ്ട്. മാഡം, ഈ കുട്ടികളുടെ അച്ഛൻ അരവിന്ദനും ഞാനും തമ്മിലെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അക്കാലത്ത് ഇവരുടെ കുടുംബത്തെ പറ്റുന്ന രീതിയിൽ സഹായിച്ചിട്ടുമുണ്ട്. പെട്ടെന്നൊരു ദിവസം അരവിന്ദൻ അങ്ങ് മരിച്ചു. പിന്നെ അരവിന്ദന്റെ അമ്മയും ഭാര്യയും 4 പെൺമക്കളുമാ ആ കുടുംബത്തിലുണ്ടായിരുന്നതേ. ഗൾഫിൽ നിന്ന് അരവിന്ദൻ സമ്പാദിക്കുന്ന കാശായിരുന്നു ഏക വരുമാനമേ. അതില്ലാതായപ്പോ മൂത്ത മോളുടെ കല്യാണം മുടങ്ങി.
കുടുംബം ജപ്തിയായി. അതോടെ അവർ 6 പേര് മെന്റലായി മാഡം. ഇതുപോലെ പലരുടെയും സ്വത്തിൽ അവകാശം ഉന്നയിച്ച് ഈ പിള്ളേര് കയറി ചെന്നിട്ടുണ്ട്. ഓരോരുത്തരും അരവിന്ദന്റെ സ്വത്ത് തട്ടിയെടുത്ത് ഓരോന്ന് വാങ്ങിച്ചെന്നാ അവര് പറയുന്നത്. ദേ ഈ പോലീസ് സ്റ്റേഷൻ പോലും അരവിന്ദന്റെ പണം കൊണ്ടുണ്ടാക്കിയതെന്ന് അവർ പറഞ്ഞു നടക്കുന്നത് എന്നൊക്കെ ജയപാലൻ പറയുന്നത് കേൾക്കെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന വിനീതും പച്ചക്കള്ളമാണ് മാഡം ഇയാൾ പറയുന്നത് എന്ന് വിളിച്ച് പറയുക. ജയപാലൻ ഒന്നുകൂടി ചാരുലതയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് ശബ്ദം താഴ്ത്തി പറയുക, ഇവനാ മാഡം ആ മൂത്ത പെൺകൊച്ചിനെ കല്യാണം കഴിച്ചിരിക്കുന്നതേ. തയ്യൽക്കാരനാ, ജോലി ചെയ്ത് ഒരു 6-7 വയറ് പോറ്റാനുള്ള ആവതൊന്നുമില്ല. അതുകൊണ്ടാ വീട്ടുകാർ മൊത്തത്തിലെ തെണ്ടാൻ ഇറങ്ങിയേക്കുന്നേ എന്ന് പറയുന്നത് കേൾക്കെ സഹിക്കാനാവാതെ വിനീത് ജയപാലിനെ ഡാ എന്ന് വിളിച്ച് അടിക്കാനായി ചെല്ലുന്നുണ്ടെങ്കിലും നിവിൻ അവനെ പിടിച്ചു മാറ്റുകയാണ്. ചാരുലത കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും 2 പോലീസുകാർ അങ്ങോട്ട് ഓടി വന്ന് വിനീതിനെ പിടിച്ചു നിർത്തുകയാണ്. ഇത് കണ്ടോ മാഡം എന്ന് പറഞ്ഞ് ജയപാലൻ അവനെ കാണിച്ചു കൊടുക്കുകയാ. വിനീതും ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നുണ്ട്, ഡാ ജയപാല, നിന്നെ ഞാൻ വിടൂലടാ, നിന്നെയും ദാ ഇവനെയും എന്ന് നിവിനെ ചൂണ്ടി പറയുകയാ വിനീത്. നിന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടാനേ ഇവൻ ഈ ഭൂമിക്ക് മേലെ ഉണ്ടാവില്ല എന്ന് വിനീത് വെല്ലുവിളിയോടെ പറയുന്നത് കേൾക്കെ ജയപാലനും മേഡത്തോടായി എന്തോ ചെയ്യാനാ മേഡം, ഇതാ ഇവന്റെ പ്രശ്നം. ആരെങ്കിലും കയ്യിൽ 10 പൈസ ഉണ്ടാവുന്നതോ ആൾക്കാർ നന്നാവുന്നതോ പിടിക്കത്തില്ല. ഇതേ കണ്ണുകടിയാ, മൊത്തം സൈക്കോ ഫാമിലിയാ എന്ന് പറയുമ്പോഴേക്കും വിനീത് വീണ്ടും ഡാ എന്ന് അലറി വിളിക്കുന്നുണ്ട്. അത് കണ്ട് ചാരുലതയും ഡാ അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിലേ നിന്റെ എല്ലിടിച്ച് ഞാൻ വെള്ളമാക്കും എന്ന് പറയുമ്പോഴേക്കും കാവേരിയും ഗംഗയും അങ്ങോട്ട് ഓടിയെത്തി വിനീതേട്ടാ എന്തു പറ്റി മാഡം എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ജയപാലനും ചിരിയോടെ എന്തോ പറ്റിയെന്നോ, ഒരു പേപ്പട്ടിയെ എന്നെ കടിക്കാൻ വന്നു, അതിനെ തോടലിട്ട് അങ്ങ് പൂട്ടി, ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനൊന്നും നോക്കത്തില്ല, ഞാൻ വെടിവെച്ചങ്ങ് കൊന്നുകളയും എന്ന് ജയപാലൻ പറയുന്നത് കേൾക്കെ ചാരുലതയും ജയപാല നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നു പറയുന്നു. അത് കേട്ട് ജയപാലനും അത് കൊള്ളാം, അരിയും തിന്ന് അടുക്കളക്കാരനെയും കടിച്ചിട്ട് പിന്നെ നായ്ക്ക് മുറുമുറുപ്പ്. അല്ല മാഡം എന്നെ എന്തിനാ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നേ? ഇതുപോലുള്ള ഭ്രാന്തന്മാരെ കൊണ്ടൊക്കെ എന്നെ ഉപദ്രവിക്കാനോ? എന്റെ മോളെയും? അല്ല മാഡം എന്റെ പേരുള്ള കേസ് എന്താണെന്ന് പറ. അത് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാക്ഷികളോ തെളിവുകളോ ഒക്കെ എവിടെ? മാഡം ഇമാതിരി കോക്കാച്ചി കാണിച്ച് പേടിപ്പിക്കാനാണെങ്കിലേ മാഡം സമാധാനം പറയേണ്ടി വരും എന്ന് ജയപാലനും പറയുകയാ. കാവേരി എന്ന് ചാരുലത വിളിക്കേ. ആ ഫോണും ഡയറിയും കാണുന്നില്ല മാഡം എന്ന് കാവേരി സങ്കടത്തോടെ പറയുന്നവൾക്ക് കാണാനില്ലെന്നോ? ഹാജരാക്കാമെന്ന് പറഞ്ഞ സാക്ഷികളോ എന്ന് ചാരുലത ചോദിക്കുന്നു. ഒരാള് സ്വിച്ച് ഓഫാ മാഡം, മറ്റേയാള് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് ഗംഗ പറയുന്നവൾക്ക് ജയപാലനും സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ മാഡത്തിന് മനസ്സിലായോ താനൂർക്ക് ചക്ക തിന്നാൻ പോയപ്പോ ചക്ക എല്ലാം കൂടി തമ്പാനൂർക്ക് പോയിന്ന്? ചുരുക്കി പറഞ്ഞാലേ തെളിവൊന്നും ഇല്ലെന്നേ. മാഡത്തിന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ ഇത് ഇവരുടെ സ്ഥിരം കലാപരിപാടിയാണെന്നേ എന്ന് ജയപാലൻ പറയുന്നവർക്ക് കാവേരിയും വിളിച്ചു പറയുന്നുണ്ട്, ഇയാൾ എന്തോ ചെയ്തതാ മാഡം, എല്ലാത്തിനും പിന്നിൽ ഇയാൾ ഒറ്റ ഒരുത്തനാണെന്ന്. അത് കേൾക്കെ ജയപാലനും ഇത് കണ്ടല്ലോ ഞാൻ എന്തോ ചെയ്തെന്ന്. ഞാൻടാ മാഡത്തിന്റെ തൊട്ടു മുമ്പിൽ ഉണ്ടായിരുന്നേ, ഇല്ലെങ്കിൽ മാഡം തന്നെ വിശ്വസിച്ചു പോയനെ ഞാൻ എന്തോ ചെയ്തെന്ന്. ഇതാ ഇവരുടെ ഒരു സാമർത്ഥ്യം. ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ പൊന്നു മാഡം, ഇല്ലാത്ത തെളിവൊക്കെ ഞാൻ എങ്ങനെ നശിപ്പിക്കുന്നേ എന്ന് ജയപാലൻ പറയുമ്പോഴേക്കും അച്ഛാ നമുക്ക് പോവാം, സമയം വൈകുന്നുവെന്ന് പറഞ്ഞ് രാഗിണി വിളിക്കുക. അവളെ തടഞ്ഞ് നിക്കടി മോളെ, പോവാം. അല്ല മാഡം, മാഡത്തിന്റെ മുഖത്തെ ഒരു നിരാശയുടെ നിഴൽ വീണ് കിടപ്പുണ്ടോ? ഇതേ ഒരു അശുഭ ലക്ഷണമാ മാഡം, പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്നതിന്റെ ലക്ഷണം. മാഡം ഇത് ഇനിയും ഇങ്ങനെ ആവർത്തിക്കാതിരിക്കണമെങ്കിലേ ജയപാലിനെതിരെ കളിക്കുന്നത് അങ്ങ് അവസാനിപ്പിച്ചോ, അതാ നല്ലത് എന്ന് ഭീഷണിയോടെ ജയപാലൻ പറയുകയാണ്. പിന്നെ മാഡം ഈ കല്യാണത്തിന് ഇത് മറക്കരുത് എന്ന് വെഡിങ് കാർഡ് എടുത്ത് കാണിച്ചുകൊണ്ട് ജയപാലൻ പറയുക. വന്നാലേ നല്ല വെടിപ്പായിട്ട് സദ്യ ഉണ്ടെങ്കിൽ പോരാം കേട്ടോ എന്ന് പറഞ്ഞ് രാഗിണിയെ വിളിച്ച് അവിടെ നിറങ്ങുന്നതിനിടെ നീ വരുന്നുണ്ടെങ്കിൽ വാ എന്ന് നിവിനെയും വിളിക്കുകയാണ്. ജയപാലനും രാഗിണിയും പോകുമ്പോഴേക്കും നിവിനും അവരുടെ പുറകെ ചെല്ലുന്നുണ്ട്. ആകെ നിരാശയോടെ നിൽക്കുന്ന ചാരുലതയോടായി കാവേരി സോറി മാഡം എന്ന് പറയെ വിനീതിനെ പിടിച്ചു വെച്ചിരിക്കുന്ന പോലീസുകാരോടായി വിനീതിനെ വിടാനായി ചാരുലത ആംഗ്യം കാണിക്കുന്നുണ്ട്. അവർ വിനീതിനെ വിടുമ്പോഴേക്കും കാവേരിയും ഗംഗയും വിനീതും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പുറത്തിറങ്ങിയ വിനീതിനോടായി ഗംഗ പറയുന്നുണ്ട്, വിനീതേട്ടനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ചാടിക്കയറി ഒന്നും ചെയ്യല്ലെന്ന്. അത് കേട്ട് വിനീതും അയാൾ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ എന്ന് ചോദിക്കാൻ വിനീതേട്ട അയാൾ അങ്ങനെ പലതും പറയും. നമ്മുടെ മാനസിക നില തകർക്കുകയും നമ്മളെ പ്രകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് അയാളുടെ ലക്ഷ്യമാ. അതിൽ വീണ്ടും നമ്മൾ തോറ്റുവെന്ന് ഗംഗ പറയുന്നുണ്ട്. തെളിവ് കിട്ടിയാ ഇനിയും കൊണ്ട് ചെന്ന് കാണിക്കാലോ ഗംഗ എന്ന് വിനീത് പ്രതീക്ഷയോടെ ചോദിക്കേ. അതിനൊക്കെ അവര് നിന്ന് തരണ്ടേ വിനീതേട്ടാ എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. എന്നാലും ഫോണും ഡയറി എങ്ങോട്ട് പോയി എന്ന് സംശയത്തോടെ ആലോചിച്ച് നിൽപ്പാൻ വിനീത്. കാവേരി അപ്പോഴും വീണ്ടും തന്റെ ബാഗ് എടുത്ത് അതിൽ ഫോണും ഡയറിയും തിരയുക. അതില്ലെന്ന് കണ്ട് അവൾ നിരാശയോടെ നിൽക്കുമ്പോഴാണ് വെറുതെ സമയം മെനക്കെടുത്തണ്ടടി, അതിനകത്ത് ഒരു പുണ്ണാക്കുമില്ലെന്ന് ജയപാലൻ വിളിച്ചു പറയുന്നു. സംശയത്തോടെയും ഞെട്ടലോടെയും ജയപാലിനെ നോക്കി നിൽക്കുന്ന കാവേരിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.